Good evening. Audible അല്ലടാ? Audible അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ മാർച്ച് സെഷനിൽ എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ മാരത്തോണിന്റെ ഫസ്റ്റ് ഡേ. റിവിഷൻ മാരത്തോൺ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓൾറെഡി മാർച്ച് എക്സാമിന് വേണ്ടിയിട്ട് കുറെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും പ്രിപ്പറേഷൻസ് ഫുൾ സ്വിംഗിലാണുള്ളത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട ഒരു ഫൈനൽ ടച്ചപ്പ് അതാണ് റിവിഷൻ മാരത്തോണിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. അത് നമ്മുടെ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. സോ ദാറ്റ് കമ്മിങ് സെഷൻസിൽ നമുക്കതും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ സെക്ഷൻ സി ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ഡിസ്കഷൻസ്. സെക്ഷൻ സി ടൈപ്പിൽ നമുക്ക് FS പ്രിപ്പറേഷൻ ആണെങ്കിലും കൺസോൾട്ടേഷൻ ആണെങ്കിലും റേഷ്യോ ഇന്റർപ്രിട്ടേഷൻസ് ആണെങ്കിലും അതിൻ്റെയൊക്കെയുള്ള കുറച്ച് ഡിസ്കഷൻസ്, അങ്ങനെ ഒരു ഫൈനൽ ഘട്ട ഒരു പോളിഷിംഗ് ആണ് ഞാൻ ഈ റിവിഷൻ മാരത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യം ഞാൻ പറയാണ്, ബിക്കോസ് സം ഓഫ് യു മൈറ്റ് ഫീൽ ഐ വിൽ ബി ടീച്ചിങ് തിങ്സ് ഫുള്ളി. അത് ഇവിടെ ടെക്നിക്കലി നമുക്ക് പോസിബിൾ അല്ല. നമ്മൾ 6 days ആയിട്ടാണ് നമുക്ക് റിവിഷൻ മാരത്തോൺ ഉള്ളത്. ഈ 6 days നമുക്ക് ഒരു 20 hours വി കാൺട്ട് ടീച്ച് ദി എൻറ്റയർ സിലബസ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ബട്ട് വിൽ ബി വർത്ത് ഇറ്റ്. അതായത് മാർച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വളരെ വർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഐ എം പ്ലാനിങ് ടു ഗിവ്. ആൻഡ് ഈ സെഷന്റെ എല്ലാ റെക്കോർഡിങ്സും എൻ്റെ യൂട്യൂബ് ചാനൽ മിഷാൽ ഹംസ PK എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, ടുഗദർ വിത്ത് സം എക്സ്ട്രാ വീഡിയോസ്. റേഷ്യോ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ വീഡിയോസും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്താം. ഇൻസ്ട്രക്ഷൻ ക്ലിയർ അല്ലേ? ആൻഡ് ഐ ഗസ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പില്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പില് ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്യില്ല എങ്ങനെയാണെങ്കിൽ. എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ഡേയില് ഓൾറെഡി റിവിഷൻ പ്ലാനിന്റെ ഒരു സ്കെഡ്യൂൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേയില് ഞാൻ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിംപിളർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കുന്നത് അല്ലെ. 16 PPE, 20 ഗവൺമെന്റ് ഗ്രാന്റ്, 23 ബോറോയിങ് കോസ്റ്റ് പോലെയുള്ള കുറച്ചുകൂടെ സിംപിളർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. റവന്യൂ, ലീസ്, ഇൻസ്ട്രുമെന്റ്സ്, ടാക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നാളെയും നോക്കാം. സോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സ്റ്റാൻഡേർഡ്സ് മൊത്തം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകണോ അതോ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി? വാട്ട് ഷുഡ് ഐ ഡു? സ്റ്റാൻഡേർഡ്സ് ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകും. ഒരു ക്വിക്ക് റീക്യാപ്പ് അടിക്കാം. ഇപ്പൊ ബോത്ത് എന്ന് പറഞ്ഞ കുറച്ച് പേരുള്ളത് കൊണ്ട് ഒരു ക്വിക്ക് റീക്യാപ്പ്. ആൻഡ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ക്വിക്ക് റീക്യാപ്പ് എടുക്കാം. ഈ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ സ്റ്റാൻഡേർഡും മണിക്കൂർ 20 minutes അരമണിക്കൂർ ഒന്നും എടുക്കാനൊന്നും പോകുന്നില്ല. ഐ ഗെസ് ദാറ്റ് വോണ്ട് ബി ദാറ്റ് വർത്ത്. ജസ്റ്റ് ഒരു ക്വിക്ക് റീക്യാപ്പ് നമുക്കൊന്ന് നോക്കാം. ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IFRS 18 ആണ് അല്ലെ. IFRS 18 പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഇൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പുതിയൊരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കറിയാം, ഒരു കമ്പനി നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൽ 5 ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യല്. SOPL ആൻഡ് OCI. SOPL ആൻഡ് OCI നമുക്ക് ഒന്നിക്കൽ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കാണിക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിസ്ക്ലോഷർ നോട്ട്. IFRS 18
മെയിൻ ആയിട്ട് വരുന്നത് അഗ്രിഗേഷൻ ആൻഡ് ഡിസഗ്രിഗേഷൻ ആണ്. അതായത് ഒരേ ക്വാളിറ്റീസും ഫീച്ചേഴ്സും ഉള്ള ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഐറ്റംസ് അത് നമുക്ക് ഗ്രൂപ്പ് ടുഗദർ ചെയ്യുന്നതിനെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സോ സിമിലർ ഫീച്ചേഴ്സ് ഉള്ള ഐറ്റംസിനെ ഗ്രൂപ്പ് ടുഗദർ ചെയ്യുക, അഗ്രിഗേറ്റ് ചെയ്യുക. സിമിലർ ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പ് ടുഗദർ ചെയ്യരുത്, അഥവാ ഡിസഗ്രിഗേറ്റ് ചെയ്യണം. ആൻഡ് പലപ്പോഴും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ SOP-യിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇമ്പയർമെന്റ്, റീസ്ട്രക്ചറിങ് കോസ്റ്റ്, റിവേഴ്സൽ ഓഫ് ഇമ്പയർമെന്റ് ലോസ്, ലീസ് ലയബിലിറ്റീസ്, ഗുഡ്വിൽ പോലെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പ് ടുഗദർ ചെയ്യാതെ സ്റ്റാൻഡ് ലോൺ ബേസിസിൽ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. ആൻഡ് നമ്മൾ SOP-ന്റെ ഫോർമാറ്റിലാണ് IFRS 18 മെയിൻ ആയിട്ട് ചേഞ്ച് വന്നത്. IAS 1 നിന്ന് IFRS 18 സ്റ്റാൻഡേർഡ് മാറിയപ്പോൾ മെയിൻ ആയിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത് IFRS 18 SOP-ന്റെ ഫോർമാറ്റിലാണ്. സോ നമ്മൾ SOP-യിൽ സ്റ്റാർട്ട് ചെയ്യുക റവന്യൂ വെച്ചിട്ടാണ്. റവന്യൂന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യും, അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ അതർ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നമ്മൾ ആഡ് ചെയ്യും. എക്സ്പെൻസുകൾ അതിന് ഇതേ ഹെഡിങ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഹെഡിങ്ങിൽ പേരുകളൊക്കെ മാറ്റാം. പക്ഷെ നമ്മൾ കോമൺലി മൈനസ് ചെയ്യുന്നത്, എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും അഡ്മിൻ എക്സ്പെൻസും അതർ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളുമാണ്. എന്നിട്ട് ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ആ ടോട്ടൽ കാണിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഞാനിവിടെ ബോൾഡിൽ കാണിച്ച ടോട്ടൽസ് ഒക്കെ കാണിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ കാണിക്കുക ഇൻവെസ്റ്റിംഗ് ഐറ്റംസ് ആണ്. അതായത് SOP-യിൽ നമ്മൾ ആദ്യം ഓപ്പറേറ്റിംഗ് ഐറ്റംസ് കാണിച്ചു, പിന്നെ കാണിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റിംഗ് ഐറ്റംസ് ആണ്. അതർ ഇൻവെസ്റ്റ്മെന്റ് ഇൻകവും ഷെയർ ഇൻ പ്രോഫിറ്റ് ഫ്രം അസോസിയേറ്റ് ഒക്കെ കൺസോളിഡേഷനിൽ വരുന്ന ഷെയർ ഇൻ പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് ഒക്കെയാണ് നമ്മൾ പിന്നെ കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ടോട്ടൽ കണ്ടുപിടിക്കും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിനുശേഷം നമ്മൾ ഫൈനാൻസിങ് ഐറ്റംസ് കാണിക്കും, അഥവാ ഇൻട്രസ്റ്റ് എക്സ്പെൻസുകൾ അഥവാ ഫൈനാൻസ് കോസ്റ്റുകൾ കാണിക്കും. എന്നിട്ട് കിട്ടുന്ന ടോട്ടലാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിനുശേഷം നമ്മൾ ടാക്സ് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ട് വിൽ കമ്പ്യൂട്ട് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. അപ്പൊ ഇതിൽ ബോൾഡിൽ കാണിച്ച ഈ 3 ടോട്ടൽസ് കാണിക്കണം എന്ന് നിർബന്ധമുണ്ട്, ബാക്കിയുള്ള ടോട്ടൽസ് കാണിക്കണം എന്ന് നിർബന്ധമില്ല. ആൻഡ് അതിനുശേഷം നമ്മൾ OCI ഐറ്റംസ് കാണിക്കും. നമുക്കാകെ 2 OCI ഐറ്റംസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന് റിവാലുവേഷൻ ഗെയിൻ ഓഫ് PPE ആണ്, 2 ഫെയർ വാല്യൂ ഗെയിൻ ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് വേർ ദി മോഡൽ ഈസ് ഫെയർ വാല്യൂ ത്രൂ OCI ആണ്. ഇതൊക്കെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം കിട്ടും. സോ ദാറ്റ് ഈസ് അബൌട്ട് IFRS 18. ഇപ്പം സ്റ്റാൻഡേർഡിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. നമ്മൾ ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ്. അപ്പൊ ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ കയ്യിൽ ഒരു ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ് ഉണ്ട്. നമ്മുടെ കമ്പനി അത് യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയുള്ള ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ്സിനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. PPE-നെ നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യാൻ പോകുന്നത് കോസ്റ്റിലാണ്. കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പെർച്ചേസ് പ്രൈസ് മാത്രമല്ല, അതിന് കൂടെ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ ആഡ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യും. അതുകൂടാതെ ആ ഒരു അസറ്റിനെ അതിന്റെ ഫസ്റ്റ് ടൈം വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ എമൗണ്ടുകളും നമുക്ക് അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കാണിക്കാം. ദാറ്റ് ഇൻക്ലൂഡ്സ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള വേരിയസ് ആൻഡ് സാലറീസ്, സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ്, ഇനീഷ്യൽ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ടെസ്റ്റിംഗ് കോസ്റ്റ്, പ്രൊഫഷണൽ ഫീസ്, അതുകൂടാതെ ക്വാളിഫയിങ് അസറ്റിന് മുകളിൽ വരുന്ന ബോറോയിങ് കോസ്റ്റ്. ഇതുകൂടാതെ നമ്മൾ ഒരു അസറ്റ് ഡിസ്മാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റിന്റെ എസ്റ്റിമേറ്റിന്റെ പ്രസന്റ് വാല്യൂവും കൂടി നമുക്ക് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഈ പറയുന്ന എല്ലാ കോസ്റ്റുകളും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് PPE-യുടെ ഇനീഷ്യൽ മെഷർമെന്റ് കിട്ടുക. ഇയർ എൻഡ് മെഷർമെന്റ് അഥവാ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IAS 16 നമുക്ക് 2 മോഡൽസ് ആണ് തരുന്നത്. കോസ്റ്റ് മോഡൽ ഉണ്ട്, റിവാലുവേഷൻ മോഡൽ ഉണ്ട്.
അതിൽ കോസ്റ്റ് മോഡലിൽ നമ്മൾ അസറ്റിന്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ, ഇമ്പയർമെന്റ് പോലെയുള്ള കാര്യങ്ങൾ മൈനസ് ചെയ്തിട്ട് അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്ന മോഡലാണ് കോസ്റ്റ് മോഡൽ. ആൻഡ് കോസ്റ്റ് മോഡലിൽ നമ്മൾ അസറ്റിനെ റീവാല്യൂ ചെയ്യാറില്ല. എന്നാൽ റീവാലുവേഷൻ മോഡലിൽ നമ്മൾ അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യൽ മാത്രമല്ല റീവാല്യൂയും കൂടി ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് ഡേറ്റിനാണോ അസറ്റിനെ റീവാല്യൂ ചെയ്യുന്നത് അന്നത്തെ ക്യാരിയിങ് വാല്യൂവിനെ നമ്മൾ ഫെയർ വാല്യൂലോട്ട് മാറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരുന്ന റിസൾട്ടിങ് ഗെയിൻ ഓർ ലോസിനെ നമ്മൾ റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് എന്നാണ് പറയുക. അത് നമ്മൾ OCIയിൽ കാണിച്ചിട്ട് SOFP ഇക്വിറ്റി സെക്ഷനിലുള്ള റിവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്ന റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ വൺസ് അസറ്റിനെ റീവാല്യൂ ചെയ്തതിന് ശേഷം നമ്മൾ അസറ്റിന് പഴയ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കത്തില്ല, നമ്മൾ എപ്പോഴും പുതിയ ഡിപ്രീസിയേഷൻ ആണ് കാണിക്കുക. അങ്ങനെ പുതിയ ഡിപ്രീസിയേഷൻ കാണിക്കുന്ന സമയത്ത് ആഫ്റ്റർ എവറി റീവാലുവേഷൻ അസറ്റിന്റെ ഡിപ്രീസിയേഷനിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും. ആ ഒരു എക്സ്ട്രാ ഡിപ്രീസിയേഷൻ നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് എന്ന് മൈനസ് ചെയ്തിട്ട് റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ കൂടെ ആഡ് ചെയ്യും. റീവാലുവേഷൻ മോഡൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ അസറ്റിന്റെ ഫെയർ വാല്യൂ റിലയബിളി അവൈലബിൾ ആയിരിക്കണം ആസ് പെർ IFRS 13. The entire class of assets should be revalued and the entire class of assets should be revalued at the same time. Revaluation should be done on a continuous basis. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റീവാലുവേഷൻ മോഡൽ അപ്ലൈ ചെയ്യാം. റീവാലുവേഷൻ മോഡൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന റിസൾട്ടിങ് ഗെയിൻ നമ്മൾ OCIയിലാണ് കാണിക്കുക. ലോസ് വരുവാണെങ്കിൽ സെയിം ക്ലാസ് ഓഫ് അസറ്റിന്റെ പേരിൽ റീവാലുവേഷൻ സർപ്ലസിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റീവാലുവേഷൻ ലോസ് OCIയിൽ കാണിക്കാം. ബാലൻസ് ഇല്ല എങ്കിൽ റീവാലുവേഷൻ ലോസ് നമ്മുടെ SOPയിൽ ഇമ്പയർമെന്റ് ലോസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ആൻഡ് സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അസറ്റ് ഫസ്റ്റ് ടൈം വർക്കിംഗ് കണ്ടീഷനിൽ എത്തിയതിന് ശേഷം നമ്മൾ ആ അസറ്റിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന അഡീഷണൽ എമൗണ്ടുകളെയാണ് നമ്മൾ സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. അത് കിട്ടുന്നില്ല എങ്കിൽ എല്ലാ സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾ P&L എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടതാണ്. ആൻഡ് റിപ്പയർ കോസ്റ്റുകളും സർവീസ് കോസ്റ്റുകളും നമ്മൾ നോർമലി എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കാറ്. എന്നാൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ്, ഓവർഹോൾ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഈ പറയുന്ന ഐറ്റംസ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. എന്നിട്ട് അടുത്ത റീപ്ലേസ്മെന്റ് വരെ അല്ലെങ്കിൽ ഓവർഹോൾ വരെ ഇതിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യും. അതാണ് IA 16 PP-യിലുള്ളത്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതാണ്. റീവാലുവേഷൻ മോഡൽ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അതിന്റെ മുകളിൽ ചോദ്യം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓക്കെ അല്ലേ റീവാലുവേഷൻ മോഡൽ? ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ IAS 20 അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാന്റ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെന്റ് അസിസ്റ്റൻസ്. നമ്മുടെ കമ്പനിക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് IAS 20. IAS 20-യിൽ ഗവൺമെന്റ് ഗ്രാന്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തത് കൊണ്ട് നമ്മളത് ബുക്സിൽ ഇൻകം ആയിട്ട് കാണിക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന രണ്ട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഗവൺമെന്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഗ്രാന്റ് നമുക്ക് P&L ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഗവൺമെന്റ് പറയുന്ന ക്രൈറ്റീരിയാസ് ഒക്കെ നമുക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വേണം. ഇതൊക്കെ കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് കയ്യിൽ നിന്ന് ഗ്രാന്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വേണം. അപ്പൊ ഈ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ഗ്രാന്റ് നമുക്ക് ബുക്സിൽ റെക്കോർഡ് ചെയ്യാം. ഗവൺമെന്റ് ഗ്രാന്റ് അതിന്റെ റെക്കഗ്നിഷൻ പറയുന്ന സമയത്ത് ഗവൺമെന്റ് ഗ്രാന്റിന് രണ്ട് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഗ്രാന്റ് റിലേറ്റഡ് ടു ഇൻകം അഥവാ റവന്യൂ ഗ്രാന്റ്. നമ്മുടെ കമ്പനിയുടെ വേജ് കോസ്റ്റുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തരുന്ന ഫൈനാൻഷ്യൽ ഹെൽപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ ഗ്രാന്റ്. അതിന്റെ ട്രീറ്റ്മെന്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ആ ഒരു ഗ്രാന്റ് എമൗണ്ട് നമ്മൾ P&L ഇൻകം ആയിട്ട് കാണിക്കും. ഏത് കോസ്റ്റ് കവർ ചെയ്യാനാണോ നമുക്ക് ആ ഒരു ഗ്രാന്റ് ഗവൺമെന്റ് തരുന്നത്, ആ കോസ്റ്റ് ഏത് പീരീഡിലാണോ ഇൻകേർഡ് ആവുന്നത് ആ പീരീഡിൽ തന്നെ വേണം ഈ ഒരു എമൗണ്ട്, ഈ ഒരു ഗ്രാന്റ് എമൗണ്ട് നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. അപ്പൊ മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു എമൗണ്ട് നമുക്ക് രണ്ട് രീതിയിൽ കാണിക്കാം. ഒന്നിക്കൽ ഗ്രാന്റ് എമൗണ്ട് സെപ്പറേറ്റ്ലി നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ ആ ഒരു എക്സ്പെൻസിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് മൈനസ് ചെയ്തിട്ട് കാണിക്കാം.
രണ്ടാമത്തെ ഗ്രാൻഡ് ആണ് ഗ്രാൻഡ് റിലേറ്റഡ് ടു എസെറ്റ് അഥവാ ക്യാപിറ്റൽ ഗ്രാൻഡ്. ഒരു എസെറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻഡിനെയാണ് നമ്മൾ ഗ്രാൻഡ് റിലേറ്റഡ് ടു എസെറ്റ് അഥവാ ക്യാപിറ്റൽ ഗ്രാൻഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗ്രാൻഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് റിഡക്ഷൻ ഫ്രം കോസ്റ്റ് ഓഫ് ദി എസെറ്റ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഗ്രാൻഡ് എമൗണ്ട് എസെറ്റിന്റെ കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കാണിക്കും, വിച്ച് മീൻസ് ദ ഗ്രാൻഡ് എമൗണ്ട് വോണ്ട് ബി എക്സ്പ്ലിസിറ്റ്ലി റെക്കോർഡഡ് എനിവേർ. രണ്ടാമത്തെ മെത്തേഡാണ് ഡെഫേർഡ് ഇൻകം മെത്തേഡ്. ഡെഫേർഡ് ഇൻകം മെത്തേഡിൽ നമ്മൾ ഗ്രാൻഡ് എമൗണ്ട് സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യും, ഇൻകം ആയിട്ട് കാണിക്കും. ഇൻകം നമ്മൾ ആ ഒരു എസെറ്റിന്റെ പീരീഡിലേക്ക്, ആ ഒരു എസെറ്റിന്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് കാണിക്കുക. എസെറ്റിന് എങ്ങനെയാണോ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ റിഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്, ആ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാൻഡ് എമൗണ്ടും എസെറ്റിന്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഗവൺമെന്റ് അസിസ്റ്റൻസ്. ഗവൺമെന്റ് നമുക്ക് തരുന്ന നോൺ ഫൈനാൻഷ്യൽ അഡ്വൈസുകളും മറ്റുള്ള കാര്യങ്ങൾക്കും പറയുന്ന പേരാണ് ഗവൺമെന്റ് അസിസ്റ്റൻസ്. ഗവൺമെന്റ് അസിസ്റ്റൻസ് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യാറില്ല, ഇൻസ്റ്റെഡ് അതിനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. That is about IAS 20, accounting for government grant and disclosure of government assistance. അതിന്റെ ഒരു ചോദ്യമുണ്ട്. I'll give you 3 minutes. ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. ഇത് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒന്ന് ഉത്തരം പറഞ്ഞേ. ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഞാൻ തന്നെ ഒരു എക്സാം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾ അത് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് എക്സാമിൽ ഓൺ ആൻ ആവറേജ് നിങ്ങൾ ഒരു സെക്ഷൻ എയിലുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻ എത്ര സമയം കൊണ്ടാണ് ചെയ്യുക? ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ 2 into 1.8 അല്ലേ? 3.6 മിനിറ്റ്സേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മിനിമം 1 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ്സ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കണേ, മിനിമം 1 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ്സ്. ചില ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണി കിട്ടി, ഈ ഉത്തരം എൻ്റെ കയ്യിലില്ല. സോ വെറുതെ അവിടെ ഇരുന്ന് സമയം കളയണ്ട. നിങ്ങൾക്ക് ജിബിരിയിൽ കൊണ്ടുവന്ന് വഹിയൊന്നും തരാനൊന്നും പോകുന്നില്ല. ആ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല, അടുത്തയിലേക്ക് പോവുക. കറക്കി കുത്താൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കറക്കി കുത്തുക. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് തോന്നുവാണ് ലൈക്ക് ഐ ക്യാൻ ട്രൈ, ഐ ക്യാൻ ഗെറ്റ് ആൻ ആൻസർ, അങ്ങനെയാണെങ്കിൽ 3.6 മിനിറ്റ്സിൽ നിങ്ങൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. മാക്സിമം 5 മിനിറ്റ്സ്. അതിന്റെ മുകളിലേക്ക് പോകരുത്, പോയിട്ട് കാര്യമില്ല. വേറൊരു 2 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്ഷൻ സിയിലുള്ള റേഷ്യോയുടെ ടൈമാണ് നിങ്ങൾ അവിടെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് വോണ്ട് ബി വർത്ത് ഇറ്റ്. ഉത്തരം കിട്ടിയാൽ പറയാം, നിങ്ങൾ ചെയ്തിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വേർ ഡിഡ് യു ഗോ റോങ്. ടൈമർ വെക്കാൻ മറന്നു. ഉത്തരം കിട്ടിയാ?
ഓപ്ഷൻസ് വേണമെന്നില്ല. എന്താണ് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? എന്റെ പരിപാടി കൊടുക്കാം. എന്താ ചെയ്യണ്ടേ? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഉത്തരവിട്ടോ. പ്രൈവറ്റ് മെസ്സേജ് ആരും അയക്കണ്ട, എനിക്കത് നോക്കാൻ കഴിയത്തില്ലേ. പ്രൈവറ്റ് മെസ്സേജ് അയക്കല്ലേ. സോ നിങ്ങൾക്കൊരു 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം റിക്വയർമെന്റ് ആണ് വായിക്കുക. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് അറിയാം. സോ വാട്ട് എമൗണ്ട് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദി ഇയർ എൻഡഡ്. ഈ ഇയർ എൻഡ് മറന്നു പോകുന്നതാണ് എല്ലാത്തിന്റെയും പ്രശ്നം. ഇയർ എൻഡ് ഒരു കാരണവശാലും മറന്നു പോകരുത്. അപ്പൊ 30 ഏപ്രിൽ 2006 ഇയർ എൻഡ്, അന്ന് പി എൻഡ് എൽ എത്ര എമൗണ്ട് വരും, കറന്റ് ലയബിലിറ്റിയിൽ എത്ര എമൗണ്ട് വരും എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മള് ചോദ്യം വായിക്കുമ്പോൾ പാരന്റ് കമ്പനി ബൈസ് ന്യൂ എക്യുപ്മെന്റ് ഓൺ 1st May 2005. അപ്പൊ എസെറ്റ് പർച്ചേസ് ചെയ്യുന്നത് 1st May 2005 ആണ്. നമ്മുടെ ഇയർ എൻഡ് 30 ഏപ്രിൽ 2006 ആണ്. അപ്പൊ എസെറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഒരു വർഷമായിട്ടുണ്ട് അല്ലെ. ആൻഡ് ഇവർ എസെറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് 20% സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് എസെറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്? 5 years. ബോത്ത് ആർ സെയിം അല്ലെ. 20% സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാലും 5 years എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. ആൻഡ് എസെറ്റിന് എന്തില്ല? റെസിജ്വൽ വാല്യൂ ഇല്ല. ആൻഡ് ഈ എസെറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 500,000 ആണ്. പക്ഷേ ഈ എസെറ്റിന്റെ മുകളിൽ നമുക്കൊരു ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്, അത് 150,000 ആണ്. ആൻഡ് ഗവൺമെന്റ് ഈ ഗ്രാന്റ് മൊത്തം നമുക്ക് തന്നിട്ടുണ്ട്, ക്യാഷ് ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇതിനെ ഡെഫേർഡ് ഇൻകം ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതൊരു ക്യാപിറ്റൽ ബേസ്ഡ് ഗ്രാന്റ് ആണ്. ക്യാപിറ്റൽ ബേസ്ഡ് ഗ്രാന്റ് നമുക്ക് രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒന്നിക്കൽ നമുക്ക് റിഡക്ഷൻ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡെഫേർഡ് ഇൻകം മെത്തേഡിൽ ചെയ്യാം. ഡെഫേർഡ് ഇൻകം മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എസെറ്റിന്റെ കോസ്റ്റ് സെപ്പറേറ്റ്ലി കാണിക്കും, ഗ്രാൻഡ് എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി കാണിക്കും. എസെറ്റ് സെപ്പറേറ്റ്ലി കാണിക്കും, ഗ്രാൻഡ് എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി കാണിക്കും. നമ്മൾ എസെറ്റ് കാണിക്കല് അതിന്റെ കോസ്റ്റിലാണ്. ആൻഡ് എസെറ്റ് നമുക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. 5 വർഷത്തേക്കാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, അത് നമുക്ക് പി എൻഡിൽ കാണിക്കണം. ഇത് ചെയ്താൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം നിർബന്ധമില്ല, ഡിപ്രീസിയേഷൻ മാത്രം മതി. ഗ്രാൻഡ് എമൗണ്ട് ഇനീഷ്യലി വരുന്നത് 150,000 ആണ്. അതും നമ്മൾ സ്പ്രെഡ് ചെയ്യണം. നമ്മൾ പെർ ഇയർ ഈ വർഷം ഗ്രാൻഡ് കാണിക്കാൻ പോകുന്നത് 30,000 ആണ്. 30,000 ആണ് നമ്മൾ ഗ്രാൻഡ് എമൗണ്ട് കാണിക്കുക. SOPL, ഇതും SOPL അല്ലെ. അപ്പൊ SOPL വരാൻ പോകുന്ന നെറ്റ് എമൗണ്ട് എത്രയാണ്? ഇത് ഇൻകം ആണ് അല്ലെ, ഇത് എക്സ്പെൻസ് ആണ്, ഇത് ഇൻകം ആണ്. അപ്പൊ നെറ്റ് എമൗണ്ട് 70,000. നെറ്റ് എമൗണ്ട് 70,000. 70,000 ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസിന് എപ്പോഴും എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലെ. അപ്പൊ ഈ 70,000 ഡെബിറ്റ് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഗ്രാൻഡിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. പക്ഷെ ഇതിന് നമ്മൾ കറന്റ് ലയബിലിറ്റി ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ അടുത്ത വർഷം നമ്മൾ എത്രയാണോ ഇൻകം കാണിക്കാൻ പോകുന്നത് അതാണ് കറന്റ് ലയബിലിറ്റി. അടുത്ത വർഷം കാണിക്കാൻ പോകുന്ന ഇൻകം 30,000 ആണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട്. അപ്പൊ ബാക്കി എമൗണ്ട് എന്തായിരിക്കും? നോൺ കറന്റ് ലയബിലിറ്റി ആയിരിക്കും. നോൺ കറന്റ് ലയബിലിറ്റി നമ്മളിത് ചോദിച്ചിട്ടില്ല, കറന്റ് ലയബിലിറ്റി മാത്രമാണ് ചോദിച്ചത്. കറന്റ് ലയബിലിറ്റി 30,000 ആണ്. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഈ 30,000 ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. സ്ട്രേറ്റ് ഫോർവേഡ് അല്ലേടത്? ഞാൻ ഇവിടെ ക്ലാസ്സിൽ നിന്ന് ചെയ്യിപ്പിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ നിന്നാണ് എടുത്തത്. നിങ്ങൾ എക്സാമിനർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എക്സാമിനർ റിപ്പോർട്ടിലെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? എക്സാമിനർ റിപ്പോർട്ട്സിലെ ചോദ്യങ്ങളൊക്കെ ആണ് സ്റ്റഡി ഹബിലും ഉള്ളത്. മേ ബി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും സ്റ്റഡി ഹബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ.
ബട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് എന്താ പറയാ ഫോർ എക്സാമിനേഷൻസിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ആൻഡ് ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് വേറൊരു മോഡലിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ചോദ്യം എക്സാമിൻ റിപ്പോർട്ടിൽ വന്നത് ആ ഒരു സെഷനിൽ കുട്ടികൾ ഈ ഒരു ചോദ്യം വളരെ പുവർലി റൈറ്റ് ചെയ്തത് കൊണ്ടാണ്. ഗ്രാൻഡ്, പിന്നെ അതുപോലെ ബോറോയിങ് കോസ്റ്റ്, പിന്നെ നമ്മുടെ എന്താണ് ഇൻവെന്ററി, IAS 8, IAS 10, EPS, പിന്നെ അഗ്രികൾച്ചർ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റാൻഡേർഡ്സ് ആണെന്ന് വിചാരിച്ചിട്ട് പലരും ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വല്ലാതെ ഫോക്കസ് കൊടുക്കാതിരിക്കാറുണ്ട്. ഇവിടുന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 1-2 ചോദ്യങ്ങളൊക്കെ എന്തായാലും വരാം. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ആ 4 മാർക്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ഫോർ ദോസ് ഹു ആർ ക്ലിയറിംഗ് ദി പേപ്പർ ബൈ സ്കോറിംഗ് എക്സാക്ട് 50. കണ്ടിന്യൂ ചെയ്യട്ടെ. IAS 23 ബോറോയിങ് കോസ്റ്റ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ലോണിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോറോയിങ് കോസ്റ്റ്. ബോറോയിങ് കോസ്റ്റിന്റെ ഡിഫോൾട്ട് ട്രീറ്റ്മെന്റ്, ബോറോയിങ് കോസ്റ്റിനെ നമ്മൾ SOP-യിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാവുന്നതാണ്, ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്. ആൻഡ് നമ്മൾ SOP-യിൽ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് നമ്മൾ നോർമലി കാണിക്കല് എഫക്റ്റീവ് റേറ്റ് ആണ്, അല്ലാതെ എന്തല്ല കൂപ്പൺ റേറ്റ് അല്ല. പക്ഷേ IAS 23 വേറൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട്. ക്വാളിഫയിങ് അസറ്റ്സിന്റെ മുകളിൽ വരുന്ന ബോറോയിങ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യും. അപ്പൊ എന്താണ് ഈ ക്വാളിഫയിങ് അസറ്റ്? കുറെ ടൈം എടുത്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന, റെഡിയാക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ക്വാളിഫയിങ് അസറ്റ്. അങ്ങനെ ഒരു ക്വാളിഫയിങ് അസറ്റ് ക്യാപിറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതെങ്കിൽ ആ ലോണിന്റെ മുകളിൽ വരുന്ന ബോറോയിങ് കോസ്റ്റുകൾ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം, അതായത് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ആൻഡ് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന പീരീഡിലാണ് നോർമലി ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യല്. എന്നിരുന്നാലും തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിലാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് 3 പോയിന്റ്സ്? ആ എസറ്റിന്റെ മുകളിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ബോറോയിങ് കോസ്റ്റ് ഇൻകേർഡ് ആയി തുടങ്ങിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ 3ഉം സംഭവിച്ചാൽ ആ പോയിന്റ് തൊട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റുകൾ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യും. ആൻഡ് ബോറോയിങ് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് നിർത്തല് ആ ഒരു അസറ്റ് റെഡി ഫോർ യൂസ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ സ്റ്റോപ്പ് ചെയ്യല്. ഇതിനിടയിൽ ലേബർ സ്ട്രൈക്ക് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് സസ്പെൻഡഡ് ആവുന്ന പീരീഡിൽ വരുന്ന ബോറോയിങ് കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ക്യാപിറ്റലൈസ് ചെയ്ത്. അപ്പൊ ഈ ഒരു ടേബിൾ ആണ് നമ്മൾ നോർമലി പഠിക്കാറ്. നമ്മൾ ലോൺ എടുത്താൽ വരുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൺസ്ട്രക്ഷൻ നടക്കുന്ന പീരീഡിലാണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും, അഥവാ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യും. കൺസ്ട്രക്ഷൻ നടക്കാത്ത പീരീഡിൽ വരുന്ന ബോറോയിങ് കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ചെയ്യും. ഇനി നമ്മൾ ചില സമയത്ത് ഒരു ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് ആ ഫുൾ എമൗണ്ട് നമ്മൾ ഇനീഷ്യലി തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇനീഷ്യലി ചില എമൗണ്ടുകൾ നമുക്ക് ആവശ്യമില്ലാതെ വരും. ആ പറയുന്ന എമൗണ്ടുകൾ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അത് ക്യാപിറ്റലൈസേഷൻ പീരീഡിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ഓൾറെഡി ക്യാപിറ്റലൈസ് ചെയ്ത ബോറോയിങ് കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യും. അത് കൺസ്ട്രക്ഷൻ നടക്കാത്ത പീരീഡിലാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ P&L നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കും. ആൻഡ് ബോറോയിങ് കോസ്റ്റിന് 2 ടൈപ്സ് ഉണ്ട്, സ്പെസിഫിക് ബോറോയിങ്സ് ആൻഡ് ജനറൽ ബോറോയിങ്സ്. ഇതിൽ ജനറൽ ബോറോയിങ്സ് അതിൽ നിന്നാണ് നമ്മൾ ഫണ്ട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക വെയ്റ്റഡ് ആവറേജ് ഇൻട്രസ്റ്റ് ആണ്. അത് ഓക്കെ അല്ലേടാ? ബോറോയിങ് കോസ്റ്റ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതും ഒരു ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ് ആണ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ആ പ്രോപ്പർട്ടി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എപ്രീസിയേഷന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. സ്റ്റാൻഡേർഡ് IAS 40 ആണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യുന്നത് കോസ്റ്റിലാണ്. ഇയർ ആൻഡ് മെഷർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് 2 മെഷർമെന്റ് മോഡൽസ് ആണുള്ളത്.
ഒന്നിക്കൽ കോസ്റ്റ് മോഡൽ അല്ലെങ്കിൽ ഫെയർ വാല്യൂ മോഡൽ. അതിലെ കോസ്റ്റ് മോഡൽ നമ്മൾ ഓൾറെഡി IA16 TPയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫെയർ വാല്യൂ മോഡലിൽ നമ്മൾ എസറ്റിന്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ നമ്മൾ മൈനസ് ചെയ്യത്തില്ല. ഫെയർ വാല്യൂ മോഡലിൽ നമ്മൾ എസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. പകരം എസറ്റിന്റെ കോസ്റ്റ് നമ്മൾ നേരിട്ട് ഇയർ എൻഡ് ആകുമ്പോൾ ഫെയർ വാല്യൂലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുന്ന സമയത്ത് വരുന്ന റിസൾട്ടിങ് ഫെയർ വാല്യൂ ഗെയിൻ ഓർ ലോസ് അത് നമ്മൾ SOPL ആണ് റെക്കഗ്നൈസ് ചെയ്യും. രണ്ട് സ്പെഷ്യൽ പോയിന്റ്സ് ഉണ്ട്. ഒക്കുപൈഡ് പ്രോപ്പർട്ടീസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് കാണിക്കാറില്ല, അത് PPS ആയിട്ടാണ് കാണിക്കാറ്. ഇനി നമ്മളൊരു പ്രോപ്പർട്ടി സബ്സിഡറി കമ്പനിക്ക് റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സിൽ ആ പ്രോപ്പർട്ടിയെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്ന് പറയാം. എന്നാൽ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സിൽ അതിന് നമ്മൾ PPE എന്ന് തന്നെയാണ് ക്ലാസിഫൈ, ബിക്കോസ് അത് ഓണർ ഒക്കുപൈഡ് ആണ്. പിന്നെയുള്ളത് ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയാണ്. ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ യൂസേജിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ വരിക. അപ്പോൾ ഇവിടെ രണ്ട് സ്പെസിഫിക് സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് IA16 നിന്ന് IS40 ട്രാൻസ്ഫർ. സോ IA16 നിന്ന് 40 ട്രാൻസ്ഫറിൽ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ വരെ എസറ്റ് IA16 ആയതുകൊണ്ട് നമ്മൾ എസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യണം. ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിന്റെ അന്ന് ആ എസറ്റിന്റെ ക്യാരിങ് വാല്യൂ എന്താണോ അത് നമ്മൾ റീവാല്യൂ ചെയ്യണം, ഫെയർ വാല്യൂലേക്ക് മാറ്റണം. അപ്പോൾ വരുന്ന ഗെയിൻ ഓർ ലോസിനെ റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞിട്ട് OCIയിൽ കാണിക്കണം. ആൻഡ് വൺസ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം എസറ്റ് IS40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആവുകയാണ്. മിക്കവാറും ഇവിടെ യൂസ് ചെയ്യുന്ന മോഡൽ ഫെയർ വാല്യൂ മോഡലാണ്. അതുകൊണ്ട് തന്നെ എസറ്റിനെ നമ്മൾ ഇനി ഇങ്ങോട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യാറില്ല. അത് മാത്രമല്ല, ഇനി ഇയർ എൻഡിൽ എസറ്റിന്റെ വാല്യൂ ഫെയർ വാല്യൂലേക്ക് മാറ്റുന്ന സമയത്ത് വരുന്ന ഗെയിൻ ഓർ ലോസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യല് SOPL ആണ്. പിന്നെ IS40 നിന്ന് 16 ട്രാൻസ്ഫർ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ് വരെ എസറ്റ് IS40 ആണ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണ്. ഫെയർ വാല്യൂ മോഡൽ ആണെങ്കിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ട, കോസ്റ്റ് മോഡൽ ആണെങ്കിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യണം. ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിന്റെ അന്ന് നമ്മൾ ക്യാരിയിങ് വാല്യൂവിനെ ഫെയർ വാല്യൂലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുന്ന സമയത്ത് വരുന്ന ഗെയിൻ ഓർ ലോസിനെ നമ്മൾ ഫെയർ വാല്യൂ ഗെയിൻ ഓർ ലോസ് തന്നെയാണ് പറയുക. അത് നമ്മൾ SOPL ആണ് റെക്കഗ്നൈസ് ചെയ്യല്. ആൻഡ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിന് ശേഷം എസറ്റ് എന്തായി മാറുകയാണ്? IA16 PPE ആയി മാറുകയാണ്. ആൻഡ് വിൽ ബി വാല്യൂഡ് യൂസിങ് എയ്തർ കോസ്റ്റ് മോഡൽ ഓർ റീവാലുവേഷൻ മോഡൽ. രണ്ട് മോഡൽ ആണെങ്കിലും നമ്മൾ എസറ്റിന് എന്ത് ചെയ്യും? ഡിപ്രീഷിയേറ്റ് ചെയ്യും. IS40 ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. ഇതും ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. I'll give you 3 minutes. And your time starts now. Just give me an answer. എല്ലാവർക്കും സി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിസ്കസ് ചെയ്യണോ? ഓക്കെ. സോ ഈ ക്വസ്റ്റ്യനില് ഓക്കെ, നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ഉത്തരം പറഞ്ഞല്ലേ, വെരി ഗുഡ്. സോ ഈ ക്വസ്റ്റ്യനില് കുറെ വർഷങ്ങളായിട്ട് ജസ്വീന്ദർ എന്ന് പറയുന്ന കമ്പനി
അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കോസ്റ്റ് മോഡലാണ്. എന്നാൽ ഇക്കൊല്ലം തൊട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഫെയർ വാല്യൂ മോഡലാണ്. അപ്പൊ ഇത്രയും നാള് കോസ്റ്റ് മോഡലായിരുന്നു. കോസ്റ്റ് മോഡലിൽ നമ്മൾ എസറ്റിന്റെ ഡിപ്രീസിയേഷൻ ആണ് കാണിക്കുക. ഡിപ്രീസിയേഷൻ കാണിച്ചാൽ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ റീറ്റെയിൻ ഏർണിങ്സ് കുറയും. റീറ്റെയിൻ ഏർണിങ്സ് കുറഞ്ഞാൽ ഗിയറിങ് കൂടും. ആ കണക്ഷൻ അറിയില്ലേ? എന്നാൽ ഇനി അങ്ങോട്ട് ഇവരെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫെയർ വാല്യൂ മോഡലാണ്. ആൻഡ് ഈ ഫെയർ വാല്യൂ മോഡൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫെയർ വാല്യൂ ഗെയിൻ, വലിയൊരു എമൗണ്ട് ഫെയർ വാല്യൂ ഗെയിൻ ഒക്കെ വരുന്നുണ്ട്. ഈ ഫെയർ വാല്യൂ ഗെയിൻ കാണിച്ചാൽ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടിയാൽ റീറ്റെയിൻ ഏർണിങ്സ് കൂടും. റീറ്റെയിൻ ഏർണിങ്സ് കൂടിയാൽ ഗിയറിങ് കുറയും. സോ ഈ ഒരു അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ് ഇമ്പാക്റ്റ്? പ്രോഫിറ്റ് കൂടും, ഗിയറിങ് കുറയും. ഓക്കെയാണോ? അത് സിമ്പിൾ സാധനമാണ് അല്ലേ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ടേ? അതൊക്കെ അല്ലേ? IAS 38 intangible assets. നമ്മുടെ കയ്യിലൊരു എസെറ്റ് ഉണ്ട്. ആ എസെറ്റിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ എസെറ്റിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അങ്ങനെയുള്ള ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത നോൺ മോണിറ്ററി അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. സ്റ്റാൻഡേർഡ് IAS 38 ആണ്. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ബുക്സിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില റെക്കഗ്നിഷൻ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ആ അസറ്റ് എന്തായിരിക്കണം? ഐഡന്റിഫയബിൾ ആയിരിക്കണം. ഒരു അസറ്റ് ഐഡന്റിഫയബിൾ ആവല് അതൊന്നിക്കൽ സെപ്പറബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അറൈസിങ് ഔട്ട് ഓഫ് എ ലീഗൽ ഓർ കോൺട്രാക്ച്വൽ റൈറ്റ് ആകുമ്പോഴാണ്. അത് നമ്മുടെ കമ്പനിയുടെ കൺട്രോളിലായിരിക്കണം. അതിന് ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാവരുത്. അതിൽ നിന്ന് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വേണം. അതിന്റെ കോസ്റ്റ് നമുക്ക് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റണം. ആൻഡ് അതൊരു നോൺ മോണിറ്ററി അസറ്റ് ആയിരിക്കണം. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് എപ്പോഴാണ് ഒരു അസറ്റ് നോൺ മോണിറ്ററി ആവില്ല? ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ഇല്ലാത്ത അസറ്റുകളെയാണ് നമ്മൾ നോൺ മോണിറ്ററി അസറ്റ് എന്ന് പറയുന്നത്. എല്ലാ അസറ്റുകളും നോൺ മോണിറ്ററി അസറ്റ് ആണ്. മോണിറ്ററി അസറ്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസീവബിൾസ് ആണ്. ക്യാഷ് കിട്ടാൻ റൈറ്റ് ഉള്ള അസറ്റുകളൊക്കെ മോണിറ്ററി അസറ്റ് ആണ്. ക്യാഷ് കിട്ടാൻ റൈറ്റ് ഇല്ലാത്ത അസറ്റുകളെയാണ് നമ്മൾ നോൺ മോണിറ്ററി അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നോൺ മോണിറ്ററി അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതിന് ഫിസിക്കൽ സബ്സ്റ്റൻസ് ഇല്ല എങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മെഷർമെന്റ് നോക്കുന്ന സമയത്ത് ഇൻടാഞ്ചിബിൾ അസറ്റുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പെർച്ചേസ്ഡ് ഇൻടാഞ്ചിബിൾസും ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾസ്. ഇതിൽ പെർച്ചേസ്ഡ് ഇൻടാഞ്ചിബിൾസ് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യും. അതിന് നമ്മൾ ഇനീഷ്യലി മെഷർ ചെയ്യൽ കോസ്റ്റിലാണ്. ഇയർ ആൻഡ് മെഷർമെന്റ് അത് യൂസ്ഫുൾ ലൈഫിന് ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ പെർച്ചേസ് ചെയ്ത ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ യൂസ്ഫുൾ ലൈഫ് നമുക്ക് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെഫിനറ്റ് ആണ് എങ്കിൽ നമ്മൾ ആ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിനെ അമോർട്ടൈസ് ചെയ്യും. അമോർട്ടൈസ് ചെയ്യുക ഒന്നിക്കൽ കോസ്റ്റ് മോഡൽ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റീവാലുവേഷൻ മോഡൽ യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ റീവാലുവേഷൻ മോഡൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അസറ്റിന് ഒരു ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി യൂസ്ഫുൾ ലൈഫ് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ നമുക്കതിനെ അമോർട്ടൈസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ ആനുവൽ ഇമ്പയർമെന്റ് റിവ്യൂ നടത്തും. പിന്നുള്ളതാണ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. എന്നാൽ അതിലുള്ള ഒരു എക്സെപ്ഷൻ ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ പുതുതായിട്ട് ഒരു പ്രൊഡക്റ്റോ പ്രോസസ്സോ പ്രൊഡക്ഷൻ ടെക്നിക്കോ കണ്ടുപിടിക്കുകയാണെങ്കിൽ
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ആദ്യം റിസർച്ച് സ്റ്റേജ് ആണ്. റിസർച്ച് സ്റ്റേജിൽ ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയത് കൊണ്ട്, ആ ഒരു റിസർച്ച് നടത്തിയത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ട് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകളൊക്കെ നമ്മൾ എക്സ്പെൻസ് ചെയ്യും. ആൻഡ് വൺസ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇനീഷ്യലി നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് സക്സസ്ഫുൾ ആവുമെന്നോ, ഡെവലപ്മെന്റ് നടത്തിയാൽ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുമെന്നോ, അതിന്റെ കോസ്റ്റ് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാവില്ല. അതായത് ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യത്തില്ല, ഹൈ റേറ്റ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യത്തില്ല. ആ ഒരു പോയിന്റിൽ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകൾ നമ്മൾ എക്സ്പെൻസ് ചെയ്യും. ആൻഡ് വൺസ് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്തത് തൊട്ട് ഫ്യൂച്ചറിലോട്ട് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എല്ലാ എമൗണ്ടുകളും നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാം അൺടിൽ ദി ഡെവലപ്മെന്റ് ഈസ് കംപ്ലീറ്റ്. വൺസ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ക്യാപിറ്റലൈസേഷൻ സ്റ്റോപ്പ് ചെയ്യണം. ആൻഡ് എന്നാണോ ആ ഒരു അസറ്റ് റെഡി ഫോർ യൂസ് ആവുന്നത്, അല്ലെങ്കിൽ എന്നാണോ ആ അസറ്റിന്റെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്ന് തൊട്ട് ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമ്മൾ അമോർട്ടൈസ് ചെയ്യണം. അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ കുറിച്ചിട്ടുള്ള സംഭവം. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. I'll give you 3 minutes.
നോക്കാലോ. എന്താണ് റിക്വയർമെന്റ്? 31st December 2003 SOPL പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എമൗണ്ട് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. 31st December 2003 എമൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ SOPL പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എമൗണ്ട് എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. ടീംഡ് കമ്പനി കുറച്ച് ഡെവലപ്മെന്റ് കോസ്റ്റ് ഓൾറെഡി ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ എമൗണ്ട് അത് 6 million ആണ്. 6 million. ആൻഡ് ഈ 31st December 2002 ബാലൻസ് ആണ് 6 million. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് അത് 6 million ആണ്. ആൻഡ് നമ്മൾ അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് എത്ര യൂണിറ്റ്സ് വിറ്റു എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ അസറ്റിനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഇൻടു ഫസ്റ്റ് ഇയറിൽ എത്ര യൂണിറ്റ്സ് ആണ് വിറ്റത്. കേട്ടാ, കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇവിടെ യൂസ്ഫുൾ ലൈഫ് ആയിട്ട് നമുക്ക് തന്നത് യൂണിറ്റ്സ് ആണ് അല്ലേ. അപ്പോ 6 divided by 360,000 ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലുള്ള ഡിപ്രീഷൻ കിട്ടും. ഇൻടു നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിൽക്കുന്നത്, അത് മൾട്ടിപ്ലൈ ചെയ്യാം. $144,000. കിട്ടിയത്? ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഇവിടെ കാണിക്കുക, SOPL കാണിക്കുക. അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. കിട്ടിയില്ലേ? അത് കിട്ടിയില്ലടാ. ഇത്തരം തെറ്റിയ ആൾക്കാർക്ക്, ബി ഒക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഉത്തരം മനസ്സിലായില്ലേ? അടുത്തത് ഇമ്പയർമെന്റ് ആണ്. IAS 36 ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്. IAS 36 ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്. അപ്പൊ എന്താണ് ഇമ്പയർമെന്റ്? നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ബെനിഫിറ്റ് ഒരു അസറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പയർമെന്റ്. നമ്മളൊരു അസറ്റ് യൂസ് ചെയ്തിട്ട് എത്രയാണോ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അത്രത്തോളം ബെനിഫിറ്റ് ഒരു അസറ്റിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പയർമെന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോർമലി അസറ്റിന്റെ ക്യാരിയിങ് വാല്യൂവിനെ റിക്കവറബിൾ എമൗണ്ടുമായിട്ട് കമ്പയർ ആണ് ചെയ്യുക. റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഹയർ ഓഫ് NRV അഥവാ ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് സെൽ ഓർ വാല്യൂ ന്യൂസ് ആണ്. വാല്യൂ ന്യൂസ് നമ്മൾ കണ്ടുപിടിക്കല് ആ ഒരു അസറ്റ് വെച്ചിട്ട് ഫ്യൂച്ചറിൽ എത്രയാണോ നമുക്ക് ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീ ടാക്സ് റേറ്റുകളാണ് യൂസ് ചെയ്യുക. ആൻഡ് അസറ്റിന്റെ ക്യാരിയിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട് ആണെങ്കിൽ അവിടെ ഒരു ഇമ്പയർമെന്റ് ലോസ് വരും. കോസ്റ്റ് മോഡലിൽ കാണിച്ച അസറ്റിനാണ് ഇമ്പയർമെന്റ് ലോസ് വരുന്നതെങ്കിൽ ആ ഇമ്പയർമെന്റ് ലോസ് നമ്മൾ SOPL കാണിക്കും. റീവാലുവേഷൻ മോഡലിൽ കാണിച്ച ഒരു അസറ്റിനാണ് ഇമ്പയർമെന്റ് ലോസ് വരുന്നതെങ്കിൽ ആ ഒരു ഇമ്പയർമെന്റ് ലോസിനെ നമ്മൾ റീവാലുവേഷൻ ലോസിന്റെ ട്രീറ്റ്മെന്റ് IAS 16 നമ്മൾ എന്താണോ പഠിച്ചത് അതുപോലെയാണ് അതിനെ നമ്മൾ കാണിക്കുക. ഒരു അസറ്റ് ഇമ്പയർഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം
നമ്മൾ എല്ലാ വർഷവും പരിശോധിക്കത്തില്ല. ഒരു അസറ്റ് ഇമ്പയർഡ് ആണോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കില്ല ഇൻഡിക്കേഷൻസ് ഓഫ് ഇമ്പയർമെന്റ് ഉണ്ടാകുമ്പോഴാണ്. ഇൻഡിക്കേഷൻസ് ഓഫ് ഇമ്പയർമെന്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കമ്പനിയുടെ അകത്തുള്ള ചില ഇവന്റ്സ് ആൻഡ് സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് തോന്നുകയാണ് അസറ്റ് ഇമ്പയർഡ് ആയി എന്ന് തോന്നുവാണെങ്കിൽ അത് ഇന്റേണൽ ഇൻഡിക്കേഷൻസ് ആണ്. അസറ്റ് ഒബ്സിലേറ്റ് ആയി, ഡാമേജ്ഡ് ആയി, അസറ്റിന്റെ യൂസേജിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ചേഞ്ചസ് വന്നതുകൊണ്ട് തന്നെ അസറ്റിന്റെ പെർഫോമൻസിലൊക്കെ ഒരു ഡിക്രീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്റേണൽ ഇൻഡിക്കേഷൻസ് ആണ്. എക്സ്റ്റേണൽ ഇൻഡിക്കേഷൻസിൽ അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ കുറയുക, ടെക്നോളജി അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അഡ്വേഴ്സ് ആവുക, അതായത് റിസഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരിക, വാറൊക്കെ വരിക, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക, അസറ്റിന്റെ നെറ്റ് അസറ്റ്സിന്റെ ക്യാരിയിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആവുക, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേഷൻസ്. ഇങ്ങനെ ഇൻഡിക്കേഷൻസ് ഓഫ് ഇമ്പയർമെന്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് നടത്തുക? ഇമ്പയർമെന്റ് ടെസ്റ്റ് നടത്തുക. ഇമ്പയർമെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് അസറ്റിന്റെ ക്യാരിയിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ഇമ്പയർമെന്റ് ലോസ് നമ്മൾ SOP-യിൽ റെക്കഗ്നൈസ് ചെയ്യും. ഒരു അസറ്റിന് ഇമ്പയർമെന്റ് ലോസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക ഇൻഡിക്കേഷൻസ് ഓഫ് ഇമ്പയർമെന്റ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ. എന്നാൽ 3 കാറ്റഗറീസ് ഓഫ് അസറ്റ്സിന് ഇൻഡിക്കേഷൻസ് ഇല്ലെങ്കിലും നമ്മൾ ഇമ്പയർമെന്റ് റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 അസറ്റ്സ്? ഒന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വിത്ത് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ്, 2 ഗുഡ്വിൽ അറൈസിംഗ് ഓൺ കൺസോളിഡേഷൻ, 3 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വിച്ച് ആർ നോട്ട് യെറ്റ് അവൈലബിൾ ഫോർ യൂസ്. ഈ 3 ടൈപ്സ് ഓഫ് അസറ്റ്സിന് നമ്മൾ എല്ലാ വർഷവും ഇമ്പയർമെന്റ് റിവ്യൂ നടത്തണം. ബാക്കിയുള്ള അസറ്റുകൾക്ക് നമ്മൾ ഇമ്പയർമെന്റ് റിവ്യൂ നടത്തല് ഇൻഡിക്കേഷൻസ് ഓഫ് ഇമ്പയർമെന്റ് ഉണ്ടാവുമ്പോഴാണ്. ചില സമയത്ത് ഒരു സിംഗിൾ അസറ്റിന്റെ ഇമ്പയർമെന്റ് റിവ്യൂ നമുക്ക് നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. എസ്പെഷ്യലി ആ ഒരു സിംഗിൾ അസറ്റ് സ്വന്തമായിട്ട് ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ അസറ്റിന്റെ ഇമ്പയർമെന്റ് റിവ്യൂ നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് അസറ്റുകളുടെ ഇമ്പയർമെന്റ് റിവ്യൂ നടത്തണം. ആ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റിന് പറയുന്ന പേരാണ് CGU. CGUക്ക് ഇമ്പയർമെന്റ് ലോസ് വന്നാൽ ആ ഇമ്പയർമെന്റ് ലോസ് അലൊക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ഓർഡർ ഉണ്ട്. ആദ്യം ആ ഇമ്പയർമെന്റ് ലോസ് നമ്മൾ അലൊക്കേറ്റ് ചെയ്യൽ ലൈക്ലി ഇമ്പയർഡ് അസറ്റിന്റെ മുകളിലാണ്. രണ്ടാമത് നമ്മൾ അലൊക്കേറ്റ് ചെയ്യൽ ഗുഡ്വില്ലിന്റെ മുകളിലാണ്. മൂന്നാമത് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുക മറ്റുള്ള നോൺ കറന്റ് അസറ്റുകളുടെ മുകളിലാണ്. ക്യാരിയിങ് വാല്യൂയുടെ പ്രൊപ്പോർഷന്റെ ആ ഒരു പെർസെന്റേജിലാണ് നമ്മൾ ഇമ്പയർമെന്റ് ലോസ് അലൊക്കേറ്റ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഇമ്പയർമെന്റ് ലോസ് അലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റ് ഓൾറെഡി അതിന്റെ റിക്കവറബിൾ എമൗണ്ടിലോ സീറോയിലോ ആണ് ആ ഒരു അസറ്റ് കാണിച്ചതെങ്കിൽ അതിന് വീണ്ടും താഴോട്ടേക്ക് ഇമ്പയർമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ അത്? ഓക്കെ അല്ലേ? ഇമ്പയർമെന്റ് ലോസിന്റെ നമുക്കൊരു സെക്ഷൻ ബിടെക് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് IAS 21 ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഒന്ന് നോക്കാം അല്ലെ. ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പൊ IAS 21 നമ്മൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് ആ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് IAS 21. IAS 21 കറൻസീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫങ്ഷണൽ കറൻസി ആൻഡ് പ്രസന്റേഷണൽ കറൻസി. നമ്മുടെ കമ്പനി മെജോറിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസ് ഏത് കറൻസിയിലാണോ നടത്തുന്നത് ആ കറൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ കറൻസി. ഫങ്ഷണൽ കറൻസി ഈസ് ദി കറൻസി ഓഫ് ദി പ്രൈമറി എക്കണോമിക് എൻവയൺമെന്റ് ഇൻ വിച്ച് ദി എൻറ്റിറ്റി ഓപ്പറേറ്റ്സ്. ആൻഡ് നമ്മുടെ കമ്പനി നമ്മുടെ ഡേ ടു ഡേ റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് ഫങ്ഷണൽ കറൻസിയിലാണ്.
വിച്ച് മീൻസ് ഫംഗ്ഷണൽ കറൻസി അല്ലാത്ത മറ്റേതെങ്കിലും കറൻസിയിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ അതിനെ ഫംഗ്ഷൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ബുക്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നുള്ളത് പ്രസന്റേഷൻ കറൻസിയാണ്. നമ്മൾ ഏത് കറൻസിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആ കറൻസിക്ക് വിളിക്കുന്ന പേരാണ് പ്രസന്റേഷണൽ കറൻസി. അപ്പൊ IAS 21 പറയാണ് ഫങ്ഷണൽ കറൻസി നമ്മൾ കണ്ടുപിടിക്കല് ചില പ്രൈമറി ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. എന്തൊക്കെയാണ് പ്രൈമറി ഫാക്ടേഴ്സ്? മെജോറിറ്റി ഓഫ് ദി സെയിൽസ് നമ്മൾ ഏത് കറൻസിയിലാണോ നടത്തുന്നത് അതൊരു പ്രൈമറി ഫാക്ടറാണ്. ഏത് കൺട്രിയുടെ കറൻസി ആണോ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് ഫങ്ഷണൽ കറൻസിയാണ്. ഏത് കറൻസിയിലാണോ മെയിൻ ആയിട്ട് നമ്മൾ മെറ്റീരിയൽ ആൻഡ് അതർ കോസ്റ്റുകൾ സ്പെൻഡ് ചെയ്യുന്നത് അതാണ് ഫങ്ഷണൽ കറൻസി. ഇനി ചില സിറ്റുവേഷൻസിൽ ഫങ്ഷണൽ കറൻസി നമുക്ക് പ്രൈമറി ഫാക്ടേഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യുന്നത് സെക്കൻഡറി ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ സെക്കൻഡറി ഫാക്ടറിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന കറൻസിയാണ് ഫങ്ഷണൽ കറൻസി. അത് മാത്രമല്ല ഓപ്പറേറ്റിംഗ് റിസീറ്റ്സ് നമ്മൾ ഏത് കറൻസിയിലാണോ റീറ്റെയിൻ ചെയ്യുന്നത് ആ കറൻസിയാണ് നമ്മൾ ഫങ്ഷണൽ കറൻസി എന്ന് പറയാം. ഫങ്ഷണൽ കറൻസി അല്ലാത്ത മറ്റേതെങ്കിലും കറൻസിയിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ ഫങ്ഷണൽ കറൻസിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ റൂളാണ് ഇവിടെ പറയുന്നത്. ഇനീഷ്യലി നമ്മൾ ആ ട്രാൻസാക്ഷൻ കൺവേർട്ട് ചെയ്യല് സ്പോട്ട് റേറ്റിലാണ്. പിന്നീട് ഇയർ എൻഡ് ആകുമ്പോഴേക്ക് എന്തെങ്കിലും ക്യാഷ് സെറ്റിൽമെന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യല് സെറ്റിൽമെന്റ് നടക്കുന്ന അന്നത്തെ സ്പോട്ട് റേറ്റ്. ഇയർ എൻഡ് ആകുമ്പോഴേക്ക് അഥവാ ഒരു ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് ഒരു മോണിറ്ററി ഐറ്റം ആണെങ്കിൽ അതിന് നമ്മൾ റീട്രാൻസ്ലേറ്റ് ചെയ്യും. അത് നമ്മൾ റീട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഗെയിൻ ഓർ ലോസ് വരുവാണെങ്കിൽ ആ ഗെയിൻ ഓർ ലോസ് നമ്മൾ SOP-യിൽ കാണിക്കും. എന്നാൽ മോണിറ്ററി ഐറ്റംസ് മാത്രമേ നമ്മൾ റീട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. നോൺ മോണിറ്ററി ഐറ്റംസ് എന്ത് ചെയ്യത്തില്ല, റീട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല. IAS 21 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്. IAS 21-ഉം പിന്നെ മറ്റ് ചില ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു സെക്ഷൻ B ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ B ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാടാ? ഈ ചോദ്യം ചെയ്തിട്ടുണ്ടാ? ഇതിൽ IAS 21 മാത്രമല്ല, സെക്ഷൻ B ടൈപ്പ് വിൽ ബി എ മിക്സ് ഓഫ് ക്വസ്റ്റ്യൻ. സെക്ഷൻ B ടൈപ്പിൽ ഒരു മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ IAS 21 മാത്രമല്ല മറ്റുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. സെക്ഷൻ B ടൈപ്പില് നമ്മൾ ആദ്യം തന്നെ ബോഡി വായിക്കണ്ട. നമ്മൾ റിക്വയർമെന്റ് വായിച്ചിട്ട് റിക്വയർമെന്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബോഡി നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് നിങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ ഉത്തരം ഇത് IAS 21 ആണ്. തിയറി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ
തിയറി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറെ സമയത്തിന്റെ ആവശ്യം വരുന്നില്ല. ബി ആണ് കിട്ടിയത്. ഒന്നാമത്തത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യൽ ആവറേജ് റേറ്റിലാണ്. ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യൽ ആവറേജ് റേറ്റിലാണ്. എസറ്റിന്റെയും ലാബിലിറ്റിയുടെയും ക്ലോസിംഗ് ബാലൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യൽ ക്ലോസിംഗ് റേറ്റിലാണ്. അതും നോൺ മോണിറ്ററി ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല, മോണിറ്ററി ആണെങ്കിൽ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്തുകൊണ്ടാ തെറ്റ്? എന്തുകൊണ്ടാ തെറ്റാവുന്നേ? എന്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്? ആവറേജ് റേറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ? അതും തെറ്റാണ്. അതൊക്കെ മോണിറ്ററി ഐറ്റംസ് ആണ്. മോണിറ്ററി ഐറ്റംസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ക്ലോസിംഗ് റേറ്റ് വെച്ചിട്ടാണ്, അല്ലാതെ ട്രാൻസാക്ഷൻ നടക്കുന്ന അന്നത്തെ സ്പോട്ട് റേറ്റിലല്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഗുഡ്. രണ്ടാമത്തത്, ഇതും ഒരു മിനിറ്റ് കൊണ്ട് പറയേണ്ട ചോദ്യമാണ്. റീഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇത് നിങ്ങൾ ഏത് മോഡലിലാണ് മെഷർ ചെയ്യുന്നത്? IFRS 9 നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. IFRS 9 ഫൈനാൻഷ്യൽ ലയബിലിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രേഡിങ്ങും നോൺ ട്രേഡിങ്ങും. അതിൽ ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഫെയർ വാല്യൂ ത്രൂ P&L ആണ് കാണിക്കല്. നോൺ ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ACM മോഡലാണ് കാണിക്കല്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ നോൺ ട്രേഡബിൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. അതുകൊണ്ട് ACM മോഡലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ? ക്വസ്റ്റ്യൻ 3 ഇത് IFRS 9 വന്നിട്ടുണ്ട് കേട്ടാ. കുഴപ്പമില്ലല്ലോ, നമുക്ക് ചെയ്തൂടെ? കൺവേർട്ടിബിൾ ലോൺ നോട്ട് ഓർമ്മയില്ലേ? കൺവേർട്ടിബിൾ ലോൺ നോട്ടിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ്? കൺവേർട്ടിബിൾ ലോൺ നോട്ടിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ്? എന്തായിരുന്നു? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ പഞ്ചാബി ഹൗസിലെ ദിലീപാ. സ്പ്ലിറ്റ് അക്കൗണ്ടിങ് അല്ലേ? സ്പ്ലിറ്റ് അക്കൗണ്ടിങ് ആണ്. അതായത് നമ്മൾ കൺവേർട്ടിബിൾ ലോൺ നോട്ടിന് ഇക്വിറ്റി ആയിട്ടും ലാബിലിറ്റി ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ ലാബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കല്, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ആൻഡ് ഇക്വിറ്റിയുടെ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കല് നോമിനൽ വാല്യൂവിൽ നിന്ന് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ചോദിച്ചത് ഇനീഷ്യൽ മെഷർമെന്റ് എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ചോദിച്ചത്. ഇനീഷ്യൽ മെഷർമെന്റ് എന്തിന്റെ ഇനീഷ്യൽ മെഷർമെന്റ്? ഇക്വിറ്റി എലമെന്റിന്റെ ഇനീഷ്യൽ മെഷർമെന്റ്. ഇക്വിറ്റി എലമെന്റിന്റെ ഇനീഷ്യൽ മെഷർമെന്റ് ആണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. ഇത് വായിച്ചിട്ട് അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. കണ്ടുപിടിക്കാൻ പറ്റും, എളുപ്പമാണ്. കൺവേർട്ടിബിൾ ലോൺ നോട്ട് ഇഷ്യൂ ചെയ്തത് 1 ഡിസംബർ 2005 അത് റിഡീം ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടുക 30 നവംബർ 2008.
ഇപ്പൊ മൊത്തം പീരീഡ് എത്രയാണ്? 3 years ആണ്. അപ്പൊ 3 yearsലേക്ക് വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടുക. ആൻഡ് ഈ 3 വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കണം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കല് നോമിനൽ വാല്യൂ ഇൻടു കൂപ്പൺ റേറ്റ് ആണ്. എന്നാൽ ഫൈനൽ ഇയറിൽ നമ്മൾ റിഡംഷൻ വാല്യൂയും കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇതിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യല് ഒരു സാധാ ലോൺ നോട്ടിന്റെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ്. സിമിലർ ലോൺ നോട്ട് വിത്തൗട്ട് കൺവേർഷൻ റൈറ്റ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണ്. 9%ന്റെ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ക്യാഷ് ഫ്ലോ ഇൻടു ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ കിട്ടും. ഫിഗേഴ്സ് ഒക്കെ മില്യൺസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ ഒരു 1000 കൂടി ചെയ്താൽ മതി. ഫിഗർ മില്യണിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോ തൗസൻഡ്സിലല്ലേ, തൗസൻഡ്സിനെ മില്യണിലേക്ക് ആക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ വീണ്ടും 1000 ചെയ്താൽ മതി. നമ്മുടെ അടുത്ത് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് അല്ല ചോദിച്ചത്, ഇക്വിറ്റിയുടെ ബാലൻസ് ആണ്. അപ്പോ നോമിനൽ വാല്യൂവിൽ നിന്ന് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്താൽ നമുക്ക് ഇക്വിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഇതിനെ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് അല്ലെ, റൗണ്ട് ചെയ്യുക, രണ്ടാമത്തെ ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 0.70 ആണ് ഉത്തരം വരിക. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടൊരു ചോദ്യമാണ് അല്ലെ. കുറെ ചെയ്തായിരിക്കൂലേ, കൺവേർട്ടബിൾ ലോണിന്റെ ക്ലാസ് നിന്ന് കുറെ ചെയ്തിട്ടുണ്ടാവില്ലേ? അതൊക്കെ അല്ലേടാ. ഞാൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്തു പോയി അല്ലെ, കുഴപ്പമില്ല. ഇത് നിങ്ങൾ ചെയ്തു. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ മുകളിൽ വരുന്ന ഫൈനാൻസ് കോസ്റ്റ്. എപ്പോഴത്തെ ഫൈനാൻസ് കോസ്റ്റ്? 30 November 2006 SOPയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ഫൈനാൻസ് കോസ്റ്റ് അല്ല. അതായത് നിങ്ങൾ സെൻട്രൽ എക്സാമിൽ ഇപ്രാവശ്യം സെൻട്രൽ എക്സാമിലെ പേപ്പർ അലൗഡ് ആണോ? എക്സാമിൽ പേപ്പർ അലൗഡ് ആണോ? പേപ്പർ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. അപ്പൊ നിങ്ങൾ പേപ്പറിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കണേ, എന്നാലാണ് നമ്മുടെ ബ്രെയിൻ അതുപോലെ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇയർ എൻഡ് 30 November ആണ്, ഫൈനാൻസ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ചോദ്യം വായിക്കുക, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. I'll give you 3 minutes. ഉത്തരം കിട്ടിയ ചാറ്റ് ബോക്സിൽ ഇട്ടോട്ടാ.
കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യം കാണിക്കാൻ വിട്ടുപോയി. അല്ല നിങ്ങളെന്താ പിന്നെ ചോദിക്കാണ്ടെന്നെ? ഈ എക്സൽ ഫയൽ നിങ്ങളുടെ കയ്യിലില്ലേ? ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ അയച്ചതാണ്. ഇല്ല. ഓക്കെ, ഞാൻ ചെയ്യാം. 1 ഡിസംബർ 1 ഫെബ്രുവരി 2006 ഈ ഒരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തത്. നമ്മുടെ ഇയർ എൻഡ് 30 നവംബർ 2006 ആണ്. സോ ഇത് ഇഷ്യൂ ചെയ്തിട്ട് എത്ര മാസമായിട്ടുണ്ട്? ഫെബ്രുവരി, മാർച്ച്, 10 മാസമല്ലേ? 10 മാസമായിട്ടുണ്ട്. 10 മാസമായിട്ടുണ്ട്. ആൻഡ് ഈ പ്രിഫറൻസ് ഷെയർസിന്റെ നോമിനൽ വാല്യൂ 2,500 ആണ്. കൂപ്പൺ റേറ്റ് 7% ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് 2,500ന്റെ 7% ആയിരിക്കും. പക്ഷെ ഇത് കൊടുക്കല് 31 ജനുവരി 2007 ഇക്കൊല്ലം കൊടുക്കൂല, അടുത്ത കൊല്ലം കൊടുക്കുള്ളൂ. ഇക്കൊല്ലം ഇയർ എൻഡ് 30 നവംബർ 2006 ആണ്. എപ്പോഴേക്ക് ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് പോകില്ല, അടുത്ത വർഷമേ പോവുള്ളൂ. ആൻഡ് നമുക്കറിയാം റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനൊക്കെ നമ്മൾ കാണിക്കല് ACM മോഡലിലാണ്. അപ്പൊ ഈ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് എഫക്റ്റീവ് റേറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ക്ലോസിംഗ് ബാലൻസ് കിട്ടുക. നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എത്രയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കല്? നമ്മൾ ഇൻട്രസ്റ്റ് എത്ര കാണിക്കും? 10% കാണിക്കുമോ? ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ 10% ഫുൾ കാണിക്കുമോ? ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ 10% നമ്മൾ ഫുള്ള് കാണിക്കുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാ ഫുൾ കാണിക്കാത്തെ? 10 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. 10 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ SOPയിൽ കാണിക്കുക. ആൻഡ് ഇക്കൊല്ലത്തെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്യാത്തത് കൊണ്ട് കാണിക്കൂലേ? അഥവാ ക്ലോസിംഗ് ബാലൻസ് ആണ് ചോദിച്ചതെങ്കിൽ ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. പക്ഷെ നമ്മുടെ അടുത്ത് ക്ലോസിംഗ് ബാലൻസ് അല്ല ചോദിച്ചത്, ഇൻട്രസ്റ്റ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്. P&L എത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നതാണ് ചോദിച്ചത്. ആൻസർ എത്രയാണ്? 208. നമുക്ക് ഇത് മില്യൺസിൽ വേണേ. ബില്യൺസിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഈ സാധനത്തിനെ മില്യണിലേക്ക് എങ്ങനെയാ മാറ്റിയത്? ഇപ്പൊ തൗസൻഡ്സിലുള്ള ഡിവൈഡഡ് ബൈ ഒരു 1000 കൂടി ഇടുക. എന്നിട്ട് 2 ഡെസിമൽ വേണം, 0.21. ഓക്കെ ആണോ? അത് ഓക്കെ അല്ലേ? ഈ ചോദ്യം ഇത് ഡയറക്റ്റ് ഉത്തരാണ്. ഫ്രീയസ്റ്റ് ഹിറ്റ്. ACM മോഡലിൽ കാണിക്കുന്ന ഫൈനാൻഷ്യൽ ലയബിലിറ്റീസിന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. വെരി ഗുഡ്. മൈനസ് ചെയ്യും. ലയബിലിറ്റിയിൽ മൈനസ് ചെയ്യും. വെരി ഗുഡ്. അതൊക്കെ. ഈ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു? ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണേ. എളുപ്പമായിരുന്നോടാ? പ്രിഫറൻസ് ഷെയർസ് എന്താ പ്രശ്നം? ലോൺ നോട്ടിന്റെ ട്രീറ്റ്മെന്റ് എന്താണോ സെയിം ട്രീറ്റ്മെന്റ് ആണ് പ്രിഫറൻസ് ഷെയർസിന്റെ ട്രീറ്റ്മെന്റ്.
റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ. ഈ ലോൺ നോട്ട് ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസും എന്താണ്? ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. നോ ചേഞ്ച്, നോ ഡിഫറൻസ്. അഭിരാം എന്താ വിചാരിച്ച പ്രിഫറൻസ് ഷെയർസ് വേറെ എന്തോ ആണെന്നാ? അതായത് നമുക്ക് IFRS 5 ട്രീറ്റ്മെന്റ് സെയിം ആണ്. ലോൺ നോട്ടിന്റെ സെയിം ട്രീറ്റ്മെന്റ് ആണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന്. IFRS 5 non-current asset held for sale and discontinued operation. അപ്പൊ നമ്മുടെ കമ്പനിയുടെ കയ്യിൽ ഒരു നോൺ കറന്റ് അസറ്റ് ഉണ്ട്. അത് നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് NCA held for sale. അപ്പം സ്റ്റാൻഡേർഡ് IFRS 5 ആവും. ഒരു നോൺ കറന്റ് അസറ്റ് നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം അതിനെ നമ്മൾ NCA held for sale എന്ന് പറയത്തില്ല. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിലാണ് വിൽക്കാൻ തീരുമാനിച്ച ഒരു അസറ്റിനെ നമ്മൾ NCA held for sale എന്ന് പറയാം. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? The asset must be available for immediate sale in the present condition. ആ സെയിൽ ഹൈലി പ്രോബബിൾ ആയിരിക്കണം. സെയിൽ നടക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആയിരിക്കണം. സെയിൽ ഹൈലി പ്രോബബിൾ ആവണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന് ഒരു കമ്മിറ്റഡ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു ബയറെ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം മാനേജ്മെന്റ് നടത്തണം. അസറ്റ് ആക്റ്റീവ്ലി മാർക്കറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ആ ഒരു അസറ്റ് വിത്തിൻ 12 monthsനുള്ളിൽ വിൽക്കാൻ പറ്റുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വേണം. അത് മാത്രമല്ല, ഈ ഒരു പ്ലാനിൽ നിന്ന് നമ്മൾ പിന്മാറാനുള്ള സാധ്യത കുറവായിരിക്കണം. അപ്പൊ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിലാണ് ഒരു നോൺ കറന്റ് അസറ്റ് വിൽക്കാൻ തീരുമാനിച്ചാൽ അതിന് നമ്മൾ IFRS 5 NCA held for sale എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു നോൺ കറന്റ് അസറ്റിനെ NCA held for sale ആയി കാണിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ മെഷർ ചെയ്യുക ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV-ലാണ്. അഥവാ NRV ആണ് ലോവർ എങ്കിൽ അവിടെ ഒരു ഇമ്പയർമെന്റ് ലോസ് വരും. ഇമ്പയർമെന്റ് ലോസ് നമ്മൾ SOP-ൽ കാണിക്കണം. ആൻഡ് വൺസ് നമ്മൾ അസറ്റിനെ IFRS 5 കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിനുശേഷം ആ അസറ്റിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ട. അത് മാത്രമല്ല, ഈ ഒരു അസറ്റ് നമ്മൾ SOFP-ൽ കറന്റ് അസറ്റിന്റെ അണ്ടറിലാണ് കാണിക്കുക. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പൊ പറഞ്ഞ റൂള് കോസ്റ്റ് മോഡലിൽ കാണിക്കുന്ന അസറ്റിന്റെ റൂളാണ്. റീവാലുവേഷൻ മോഡലിൽ കാണിക്കുന്ന ഒരു അസറ്റിനെയാണ് നമ്മൾ IFRS 5 മാറ്റുന്നതെങ്കിൽ ആദ്യം ആ അസറ്റിനെ റീവാല്യൂ ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV കാണിക്കാൻ. ഇനി ഫെയർ വാല്യൂ മോഡലിൽ കാണിച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിനെയാണ് നമ്മൾ IFRS 5 മാറ്റുന്നതെങ്കിൽ ആദ്യം ആ ഒരു അസറ്റിനെ ഫെയർ വാല്യൂലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട്? ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അബാൻഡൻ ചെയ്യുന്ന അസറ്റുകളെ നമ്മൾ NCA held for sale ആയിട്ട് ക്ലാസിഫൈ ചെയ്തില്ല. ഈ സ്റ്റാൻഡേർഡിൽ വേറൊരു ടോപ്പിക്കും കൂടി വരുന്നുണ്ട്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. എന്താണ് ഈ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്? നമ്മുടെ കമ്പനിയുടെ ഒരു ബിസിനസ് യൂണിറ്റ് അത് നമ്മൾ വിൽക്കാനോ അല്ലെങ്കിൽ വിൽക്കാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അത് ഷട്ട് ഡൗണോ ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. എന്നാൽ വിൽക്കാൻ തീരുമാനിച്ച ഒരു ബ്രാഞ്ചിനെ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതൊരു സെപ്പറേറ്റ് മേജർ ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കണം. അതൊരു സിംഗിൾ കോർഡിനേറ്റഡ് പ്ലാൻ പ്രകാരം നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അതൊരു സബ്സിഡി കമ്പനി എക്സ്ക്ലൂസീവ്ലി അക്വയർഡ് വിത്ത് വ്യൂ ഓഫ് റീസെയിൽ ആയിരിക്കണം. ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ വിൽക്കാൻ തീരുമാനിച്ച ഒരു ബ്രാഞ്ചിനെ നമുക്ക് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഓപ്പറേഷൻസിനെ നമ്മൾ SOP-ൽ കണ്ടിന്യൂ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ കൂടെ കാണിക്കത്തില്ല. അതിന് നമ്മൾ സെപ്പറേറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം. അതിന് നമ്മൾ സെപ്പറേറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യൽ ഒരു സിംഗിൾ ലൈൻ ഫിഗർ ആയിട്ടാണ്, ഒരു നെറ്റ് ഫിഗർ ആയിട്ടാണ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ നെറ്റ് ഫിഗർ ആയിട്ട് കാണിക്കുക. എന്നാൽ ആ നെറ്റ് ഫിഗറിന്റെ എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. അത് സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് സെപ്പറേറ്റ്ലി കാണിക്കണം,
ആ പ്രോഫിറ്റ് ഓർ ലോസിന്റെ മുകളിൽ എത്രയാണ് ടാക്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ സെപ്പറേറ്റ്ലി കാണിക്കണം. ഇതാണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ മുകളിൽ വരുന്ന സംഭവം. ഈ ചോദ്യം ഇതിന്റെ ഉത്തരം നിങ്ങൾ പെട്ടെന്ന് പറയൂ അല്ലെ? കാരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഗാമോൺ എന്ന് പറഞ്ഞ ചോദ്യം നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യാണ്. ഇതൊക്കെ എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. സംടൈംസ് ഇറ്റ് മൈറ്റ് റിപ്പീറ്റ്. ഉത്തരം പറഞ്ഞേ. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇതൊരു സെപ്പറേറ്റ് മേജർ ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ട്രൂ ആണ്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫോൾസ് ആണ്. സബ്സിഡറി കമ്പനി അക്വയർഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് എ വ്യൂ ഓഫ് റീസെയിൽ ആയിരിക്കണം, അസോസിയേറ്റ് അല്ല. ഓക്കെ ആണോടത്? ഓക്കെ അല്ലേ? തെറ്റിച്ചല്ലതും തെറ്റിച്ചല്ലേ? ഇതോ? ഇതിന്റെ ഉത്തരം ഡിസ്കണ്ടിന്യൂ ചെയ്ത ഓപ്പറേഷൻസിന്റെ ട്രീറ്റ്മെന്റ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഒരു സെപ്പറേറ്റ് സിംഗിൾ ലൈൻ ഫിഗർ ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്ക്ലോസ് ചെയ്യും. അതിന്റെ റിലേറ്റഡ് ടാക്സ്, ഇൻകം ഓർ എക്സ്പെൻസ് ഡിസ്ക്ലോസ് ചെയ്യും. ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ അസറ്റുകൾ നമ്മൾ വിൽക്കുന്ന സമയത്ത് ഹെൽഡ് ഫോർ സെയിൽ ആവുന്ന സമയത്ത് വരുന്ന ഗെയിൻ ഓർ ലോസും ഡിസ്ക്ലോസ് ചെയ്യും. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ഡി. ഡി അല്ലെ? അതായത് നമ്മൾ ആ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഓപ്പറേഷൻസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്ക്ലോസ് ചെയ്യും, റിലേറ്റഡ് ടാക്സ്, ഇൻകം ഓർ എക്സ്പെൻസ് ഡിസ്ക്ലോസ് ചെയ്യും. അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഗെയിൻ ഓർ ലോസും നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യും. ഓക്കെ. ഇതെന്താണ് റിക്വയർമെന്റ്? റിക്വയർമെന്റ് വായിച്ചേ. ഫിഗർ ഉത്തരം മില്യൺസിലായിരിക്കണേ. 31 ഒക്ടോബർ 2004 SOF പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഗാർഡൻ ഫർണിച്ചർ ഡിവിഷന്റെ അസറ്റുകളുടെ ക്യാരിങ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേടാ? റിക്വയർമെന്റ് മനസ്സിലായില്ലേ? എത്രയായിരിക്കും? October 2004 SOF പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇയർ എൻഡിൽ SOF പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഗാർഡൻ ഫർണിച്ചർ ഡിവിഷന്റെ അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് റിക്വയർമെന്റ്.
എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ക്യാരിയിങ് വാല്യൂ ഇത്രയാണ് അല്ലെ. നമ്മൾ IFRS 5 ആക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ മെഷർ ചെയ്യല് ലോവർ ഓഫ് ക്യാരിയിങ് വാല്യൂ ഓർ NRV-യിലാണ്. NRV എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെല്ലാണ്. ഞാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്നത് ഇതിനെ മില്യൺസിലേക്ക് ആക്കാനാണ്. അപ്പൊ ഇതിൽ ഏതാണ് ലോവർ? 24.9 ആണ് ഉത്തരം കിട്ടും. സ്ട്രേറ്റ് ഫോർവേഡ് അല്ലേ? അത് ഓക്കെ അല്ലേ? ഓൾ റൈറ്റ്. EPSന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. EPS കാണാൻ അറിയില്ലേ? ഒന്ന് റിക്വയർമെന്റ് വായിച്ചേ. EPS വന്നിട്ടാ എന്താണ് റിക്വയർമെന്റ്? 31st August 2004 വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾക്ക് ചോദിക്കുന്നത്. 31st October 2004 FS പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളതാണ് റിക്വയർഡ്. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഒന്ന് കണ്ടുപിടിച്ചേ. ഞാനൊരു 3 മിനിറ്റ് തരാം. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് തരാം.
ാടാ ഇതില് 1st October 2004 31st October 2004 ഇയർ എൻഡ് ആണെങ്കിൽ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ അല്ലേ? 1st November 2003 ആണ് ഇയർ സ്റ്റാർട്ട്. അന്ന് നമ്മുടെ കയ്യിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉള്ളേ? അന്ന് 60 മില്യൺ ഓർഡിനറി ഷെയർസ് ഉണ്ട്. 60 മില്യൺ ഓർഡിനറി ഷെയർസ് ഉണ്ട്. അതിനുശേഷം 1st March 2004 ഇവരൊരു 1:4 റൈറ്റ് ഇഷ്യൂ നടത്തി. റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. 1:4. അപ്പോ ഇത് ഇൻറ്റു 1/4. അപ്പൊ റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം മൊത്തത്തിൽ 75 ഷെയർസ് ഉണ്ട്. റൈറ്റ് അല്ല, സോറി, ബോണസ് ആണ്. റൈറ്റ് ഇഷ്യൂ അല്ല, ബോണസ് ഇഷ്യൂ നടത്തി. ഓക്കെ. പിന്നെ ചോദ്യത്തിൽ പറയുന്നത് 1st August 2004 അവര് വീണ്ടും ഒരു ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. അത് ഫുൾ മാർക്കറ്റ് ഇഷ്യൂ ആണ്, ഫുൾ ഇഷ്യൂ ആണ്. അത് 18 മില്യൺ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. നിങ്ങളത് കണ്ടിട്ടില്ലേടാ? 18 മില്യൺ ഷെയർസ്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമുള്ള മൊത്തം ഷെയർസ് ഇതാണ്. നമ്പർ ഓഫ് ഷെയർസിന്റെ കൂടെ ടൈം ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ബോണസ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കിട്ടുക. 1st November തൊട്ട് 1st March വരെ എത്ര മാസം ഉണ്ട്? ജനുവരി, ഫെബ്രുവരി, 4 months. അപ്പൊ ഇവിടെ 4/12 ഇവിടെ. 1st March തൊട്ട് 1st August വരെ എത്ര മന്ത്സ് ഉണ്ട്? നമ്മൾ ഈ ടോട്ടലിന്റെ മുകളിലാണ് ബോണസ് ഫാക്ടറും ടൈം ഫാക്ടറും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. 1st March തൊട്ട് 1st August വരെ എത്ര മന്ത്സ് ഉണ്ട്? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 5 മാസം. ആൻഡ് 1st August തൊട്ട് നമ്മുടെ ഇയർ എൻഡ് 31st October വരെ എത്ര മാസം ഉണ്ട്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഇനി ബോണസ് ഇഷ്യൂ നടന്ന ടോട്ടലിന്റെ മുകളിലത്തെ ടോട്ടലിലാണ് നമ്മുടെ ബോണസ് ഫാക്ടർ അഡ്ജസ്റ്റ് ചെയ്യല്. ആൻഡ് ബോണസ് ഫാക്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഷെയർ ഹോൾഡിംഗ് പ്രപ്പോർഷൻ. എന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ബോണസ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഷെയർ ഹോൾഡിംഗ് പ്രപ്പോർഷൻ ആഫ്റ്റർ ബോണസ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡിംഗ് പ്രപ്പോർഷൻ ബിഫോർ ബോണസ് ഇഷ്യൂ. അങ്ങനെയല്ല, ആഫ്റ്റർ ബൈ ബിഫോർ അല്ലേ? അതോ ബിഫോർ ബൈ ആഫ്റ്റർ ആണോ? ഞാൻ മറന്നടാ, സത്യം മറന്നു. കൺഫ്യൂഷൻ ആയി പോയി എനിക്ക്. ഞാൻ കുറെ നാളായി EPS എടുത്തിട്ട്. SBR EPS എടുക്കാറില്ല. 5/4 ആഫ്റ്റർ ബൈ ബിഫോർ. ഓക്കെ. ഇനി നമ്മുടെ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ആണ്. കിട്ടിയിട്ടുണ്ടാ? 79.5 കിട്ടിയിട്ടുണ്ടാ? ഗുഡ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗുഡ്. പോയി. സിമ്പിൾ സാധനമാണ് അല്ലേ ഇതൊരു. ഈ ചോദ്യം കൂടി എന്താണ്? നമ്മള് ഡൈല്യൂട്ടഡ് EPS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ഏർണിങ്സ് എടുക്കും? ഡൈല്യൂട്ടഡ് EPS കണ്ടുപിടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ കൺവേർട്ടിബിൾ ലോണോട്ടാണ് ഉള്ളത്.
കൺവേർട്ടിബിൾ ലോൺ നോട്ടിന്റെ ഡൈലൂട്ട് ഡി പി എസ് കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് സേവ്ഡ് ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഡൈലൂട്ട് ഡി പി എസ് കണ്ടുപിടിക്കാനുള്ള പ്രോഫിറ്റ് കിട്ടുക. ഒന്ന് കണ്ടുപിടിച്ചേ, എത്രയാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് സേവ്ഡ്. അതിന് ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് സേവ്ഡ്, അതാണ് ടാക്സ് കുറച്ച ഫിഗർ. ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് സേവ്ഡ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 103.8 ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് സേവ്ഡ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ കൺവെർട്ടിബിൾ ലോൺ നോട്ടിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ലോൺ നോട്ടിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച്, കൺവെർട്ടിബിൾ ലോൺ നോട്ടിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അതിനെ ആഫ്റ്റർ ടാക്സ് ആക്കണം. ഉത്തരം എത്രയാ? കൺവെർട്ടിബിൾ ലോൺ നോട്ടിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാടാ. ലാബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ലാബിലിറ്റി നേരിട്ട് കണ്ടുപിടിക്കാം. അസ്യൂം ചെയ്യുക 60 മില്യന്റെ മുകളിൽ എത്ര ഇൻട്രസ്റ്റ്? 8%. പക്ഷെ ഇതിന് ആഫ്റ്റർ ടാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ടാക്സ് 20% ആണെങ്കിൽ 80% മൾട്ടിപ്ലൈ ചെയ്യുക. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് 1 ഓഗസ്റ്റിലാണ് ഇഷ്യൂ ചെയ്തത്. ഇയർ എൻഡ് 31 ഒക്ടോബർ ആണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എത്ര മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണോ? 3 മാസം പലപ്പോഴും നമ്മൾ ചിലപ്പോൾ എടുക്കാൻ മറന്നു. ഇത് 1 ഓഗസ്റ്റിന് ഇഷ്യൂ ചെയ്ത കൺവേർട്ടിബിൾ യൂണിറ്റാണ്. സോ അതിന്റെ മുകളിലത്തെ ഇൻട്രസ്റ്റ് നമുക്ക് 3 മാസത്തേക്ക് മാത്രമേ കാണിക്കാൻ പറ്റൂ. ഓക്കെയാണോ ഇത്? ഞാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ആഫ്റ്റർ എന്താണ് പ്രോഫിറ്റ് കിട്ടുക. അഭിരാമിന് എവിടെയാ തെറ്റിയ? എവിടെയായിരുന്നു തെറ്റിയത്? ഇൻട്രസ്റ്റ് എന്ത് ചെയ്തില്ല? 3/12 ചെയ്തില്ല അല്ലേ? ചെറിയ ചെറിയ തെറ്റുകളിലാണ് 2 മാർക്ക് നമുക്ക് പോവുക. ശ്രദ്ധിക്കുക അതൊക്കെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെക്കോർഡിങ്സ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവിൽ വരും. ലൈവിലല്ല, എന്താണ് പ്ലേലിസ്റ്റിൽ വരും. എടുക്കണം എന്ന് പറഞ്ഞത്.
നിങ്ങൾക്ക് എഫ് എസ് പ്രിപ്പറേഷൻ എന്താണ് എഫ് എസ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇത് എല്ലാ ചോദ്യങ്ങളും ചെയ്താ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താ എഫ് എസ് പ്രിപ്പറേഷനിൽ സബ്സിഡിയുടെ ചോദ്യം വന്നു കഴിഞ്ഞാല് അതിനെ പൊതുവെ ചോദിക്കാറില്ല. വന്നാൽ രണ്ടിനെയും സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണം അത്രേ ഉള്ളൂ. രണ്ട് സബ്സിഡിയൊക്കെ വരുന്ന ചോദ്യങ്ങൾ വന്നാൽ രണ്ടും സെപ്പറേറ്റ്ലി ചെയ്യണം എന്നല്ലാതെ അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അതിനും ഞാൻ ഇതുവരെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. സ്റ്റിൽ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ മനസ്സിലായിട്ടില്ല, എങ്ങനെയായിരുന്നു, എന്താണ് ഉദ്ദേശം എന്നല്ല. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ഒക്കെ വരും, സിമ്പിൾ അല്ലേ. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനിൽ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഓപ്പറേഷൻസ് ആൻഡ് റിസൾട്ട്സ് നമ്മൾ സെപ്പറേറ്റ്ലി ഒരു സിംഗിൾ ലൈൻ ഫിഗർ ആയിട്ട് കാണിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കി നാളെ നോക്കിയാലോ. കുറച്ചും കൂടി പോണോ? ഇത്ര മതിയാ? ചെയ്യാം. ബാക്കി നമുക്ക് നാളെ നോക്കാം. നാളെ അല്ല, എനിക്കൊന്ന് മറ്റന്നാളാ, നെക്സ്റ്റ് ഡേ അല്ലേ. കുറച്ച് ടയേർഡായി. എനിക്കിന്ന് ഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്. ഇന്ന് നമ്മുടെ സ്കെഡ്യൂൾ പ്രകാരമുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡിങ്സ് നമുക്ക് യൂട്യൂബില് എന്താണ് കുറെ പ്രാവശ്യം ചോദിക്കില്ലടാ. ഷമ്മാസ് ഇപ്പൊ കയറി വന്നാന്ന് തോന്നുന്നല്ലേ. ആരെങ്കിലും ഒന്ന് ഷമ്മാസിന് പറഞ്ഞു കൊടുത്ത് ഇതിന്റെ റെക്കോർഡിങ്സ് എവിടെ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു 4 പ്രാവശ്യം പറഞ്ഞു. ഷമ്മാസിന് ആരെങ്കിലും ഗ്രൂപ്പിൽ അങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ബാക്കി നമുക്ക് നാളെ നോക്കാം. നാളെ ഞാൻ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സ്, നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ക്ലാസ് ആസ് പെർ സ്കെഡ്യൂൾ, അടുത്ത ക്ലാസ് എപ്പോഴാണോ അന്ന് നമുക്ക് റവന്യൂ, ലീസ്, ഇൻസ്ട്രുമെന്റ്സ്, ടാക്സ് നോക്കിയിട്ട് അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു എഫ് എസ് പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും എഫ് എസ് പ്രിപ്പറേഷന്റെ ചോദ്യം റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പറയാം. എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പറയാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.